അപ്പോൾ ഇന്ന് വണ്ടി കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു സർവീസ് സെൻറ്ററിൽ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സർവീസ് സെൻറ്റർ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സർവീസൊക്കെയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 3 മാസമായി തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് വണ്ടികൾ പെൻഡിങ്ങിലാണ്, കഴുകാനുണ്ട് ഒരു 1-2 വണ്ടി കൂടി. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ കഴുകിക്കൊണ്ടിരുന്ന വണ്ടികൾ പോയി. അപ്പോൾ നമ്മുടെ വണ്ടി അകത്തോട്ട് കയറ്റി വെച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടമായിട്ട് അവരൊന്ന് വണ്ടി വാഷ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം എന്തോ ഒരു ഓയിൽ പോലത്തെ സംഭവം എന്തോ കൊണ്ട് കഴുകിയിട്ടുണ്ട്, ഒന്ന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചെറിയൊരു എണ്ണമെഴുക്ക് പോലെ തോന്നി. അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തോ ഒരു ലിക്വിഡാണത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വെയിറ്റിംഗ് റൂം ഉണ്ട് കേട്ടോ, നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ഫാനൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മേലേക്ക് കയറിയില്ല, ഞാൻ താഴെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു എണ്ണമെഴുക്ക് പോലത്തെ ലിക്വിഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് തുടച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ സോപ്പിൻ്റെ പത വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കൊടുത്തിട്ടുണ്ട് പത. അതൊരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചു. അതിന് ശേഷം അവർ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ പത വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മുമ്പ് ഞാൻ വേറെ 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അവിടെ മുൻവശം മൊത്തം വെള്ളക്കെട്ടൊക്കെയാണ്, ഹൈവേയുടെ പണി കാരണം. പിന്നെ ഒരു ഭാഗമാണെങ്കിൽ ഇപ്പോൾ തുറക്കാറില്ല അവിടെ ആ ഷോപ്പിൽ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അവർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിയുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന കുറച്ച് ദൂരം ഇങ്ങനെയാണ്, ഒരു കട്ട റോഡ് പോലത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ, നല്ല റോഡാണ് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക.